ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മൾ പരിപാടി ക്രഞ്ചിയിലേക്ക് വിട്ട് കുറച്ച് എന്തെങ്കിലും എണ്ണാന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ 2 അലവലാതി കസിൻസിൻ്റെ കൂടെയാണ് ഇന്നത്തെ നമ്മൾ യാത്ര. സോ ഇവളാണെങ്കിൽ ക്യാമറ ഓൺ ആക്കിയത് മുതൽ ക്യൂട്ട്നെസ് ഇട്ട് വാരി വിതരണത് യഥാർത്ഥ കോളങ്ങൾ കാണണോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ഇതാണ് പറയുന്നത് മേക്കപ്പിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ കാണുന്നത്. എന്ത് പറയാനാ, ഇവള് കുറേ കൂടിയും പോയി ഇവള് കുറേ കുറഞ്ഞും പോയി എന്ന് പറഞ്ഞാലോ അടുക്കണ്ടോ, എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. കളിയുണ്ടായിച്ചിരിക്കും അവളെൻ്റെ ഏട്ടത്തിയാണ്. ഇനി അടുത്ത സ്പെഷ്യൽ ഫലൂദയിൽ വെച്ച് നമ്മളന്ന് തുടങ്ങി. ഫലൂദ കൊണ്ടുവന്ന് അതിൻ്റെ മൊഞ്ചു ഇതൊക്കെ ഞാൻ പിടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സമയം തരില്ല. അപ്പോഴത്തേക്ക് ഇതേ തുടങ്ങി ക്യൂട്ട്നെസ് വീണ്ടും വിതരൽ. അങ്ങനെ ആരാദ്യം കഴിക്കുന്നുള്ള ഒരു മൽപ്പിടുത്തത്തിന് ശേഷം ഓളോൾ അണ്ണാക്കിലേക്ക് അതും കൂടി തട്ടി. ദെൻ നമ്മൾ വാങ്ങിയിട്ടുണ്ടായത് ലോഡഡ് ഫ്രൈസ് ആണ്. ഇവിടുത്തെ സ്പെഷ്യൽ ലോഡഡ് ഫ്രൈസ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഈ 2 എണ്ണം കൂടി എന്നെ കൂട്ടിയിട്ട് വന്നത്. പക്ഷേ ഒരു ആവറേജ് ആയിരുന്നു, എടുത്ത് പറയാനൊന്നുമില്ല. എന്നാലും ഓക്കെ സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അവസാനോള് മുഖമ്പത്തിലൊക്കെ നിർത്തിയിട്ടോ, കാരണം ഒന്നും കിട്ടൂല മങ്ങി കളിച്ചാലേ എന്നുള്ള കാര്യമൊക്കെ മനസ്സിലായി. പിന്നെ ക്യാമറയിൽ വന്ന് നാണം കിട്ടിയാലും സാരില്ല, തിന്നാൻ കിട്ടിയാൽ മതി എന്നായി. എനിക്ക് തിരിയാത്തതല്ല, കമ്പ്യൂട്ടറിൽ ഇങ്ങനെയൊക്കെ തിന്നാൻ വേണ്ടി പറ്റും. പിന്നെ ആകെ ഒരു പ്രതീക്ഷ ഈ ഒരു ഡൈനാമിക് മോമോസിലായിരുന്നു. പക്ഷെ അതും പൊളിഞ്ഞടോ, എരിവായാലും പുളിയായാലും കയ്പായാലും ഇറ്റിങ്ങളെ തീറ്റൊക്കെ ഒരു കുറവ് ഉണ്ടായിട്ടില്ല. അങ്ങനെ പിന്നെ ആടത്തെ തീറ്റെല്ലാം കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് കൂടി ഉള്ളിൽ കയറിയിട്ട് നേരെ മള്ളിൽ പോയി എത്തിയവാടെ. പിന്നെ പറയിപ്പിക്കാനെന്ന് പറഞ്ഞാൽ മതിയല്ലോ, 2 കൂടി കൈമോ പൊളിച്ചാടെ എന്തെല്ലോ പൊളിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ദേ ഇതാണ് പാട്. എന്നിട്ടൊന്നും അറിയില്ല ഞാൻ എന്ത് ചെയ്തു, അയ്യോ ദൈവമേ ഞാൻ പാവെന്ന് പറഞ്ഞ മാതിരി ഒടുക്കത്തെ അഭിനയം. അത് കഴിഞ്ഞ് പിന്നെ കുടിക്കാനും തിന്നാനും എന്തൊക്കെ വേണമെന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ അതും കൂടി വാങ്ങി നേരെ പുറക്കേക്ക്. എന്ത് പറയാനാ, ഇമാതിരി 2 സപ്പോർട്ട് ഇത്ര സാധനങ്ങൾ നിങ്ങളെ പുറക്കുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.